സെയ്ഫ് അലി ഖാനെതിരായ ആക്രമണത്തിൻ്റെ ഞെട്ടലിലാണ് എല്ലാവരും. ആരും അറിയാതെ എങ്ങനെയാണ് അക്രമി വീട്ടിനുള്ളിൽ കടന്നത്? ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഒന്നിനും ഉത്തരമില്ല. എന്നാൽ വെറും ഒരു മോഷണ ശ്രമമല്ല അവിടെ നടന്നെന്ന സംശയം വെളിപ്പെടുത്തിയത് പോലീസിൻ്റെ ഇടപെടലാണ്. രാജ്യത്തെ ഏറ്റവും പ്രശസ്തനായ അധോലോക ഗുണ്ടകളുടെ പേടി സ്വപ്നമായ ദയാനായക് സെയ്ഫിൻ്റെ വീട് സന്ദർശിച്ചതാണത്. സെയ്ഫിനെതിരായ ആക്രമണത്തിന് പിന്നിൽ ബിഷ്ണോയി സംഘമാണെന്ന അനുമാനങ്ങൾ എത്തിയതും ഇതിന് പിന്നാലെയാണ്. നിലവിൽ മുംബൈയുടെ പേടി സ്വപ്നമായി നിൽക്കുന്ന ഏക ഗ്രൂപ്പ് ബിഷ്ണോയ് ഗ്രൂപ്പാണ്. നേരത്തെ സൽമാൻ ഖാനെതിരെയും സംഘം ആക്രമണം നടത്തിയിരുന്നു. സൽമാൻ്റെ സുഹൃത്തെന്ന നിലയിലല്ല, മറിച്ച് കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസിൽ ബിഷ്ണോയ് സംഘത്തിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ സെയ്ഫ് അലി ഖാൻ ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അതിന് കാരണമായത് സൽമാൻ ഖാൻ്റെ പിതാവായ സലീം ഖാൻ്റെ വെളിപ്പെടുത്തലാണ്. ബിഷ്ണോയ് സമുദായം സൽമാനെതിരെ വധഭീഷണി മുഴക്കിയ 2024 ആ വെളിപ്പെടുത്തൽ. സൽമാൻ ഖാൻ ഒരു പാറ്റയെ പോലും ഉപദ്രവിക്കാത്ത വ്യക്തിയാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ ആരും തോക്ക് ഉപയോഗിക്കുന്നവരല്ല. വെറുതെ ഒരു രസത്തിനായി മൃഗങ്ങളെ കൊല്ലുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. പിന്നെ എന്തിന് ബിഷ്ണോയ് സമുദായത്തോട് മകൻ മാപ്പ് ചോദിക്കണം? ബിഷ്ണോയ് സമുദായത്തോട് സൽമാൻ മാപ്പ് ചോദിച്ചാൽ അത് കുറ്റം ചെയ്തതുപോലെ ആകും. ചെയ്യാത്ത കുറ്റത്തിന് എങ്ങനെ മാപ്പ് ചോദിക്കും? ഞാനോ സൽമാനോ തെറ്റ് ചെയ്തിട്ടില്ല. കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതുമായി ബന്ധപ്പെട്ട് ഞാൻ സൽമാനോട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. എന്നാൽ സൽമാന് അതിലൊരു പങ്കുമില്ലെന്നാണ് അവൻ പറയുന്നത്. വേട്ടയാടൽ നടന്ന ദിവസം അവിടെ ഉണ്ടായിരുന്നില്ലെന്നും സൽമാൻ എന്നോട് പറഞ്ഞിരുന്നു. ഇതായിരുന്നു സലീം ഖാൻ്റെ വെളിപ്പെടുത്തൽ. ഇത് ശരിയാണെങ്കിൽ 1998 കൃഷ്ണമൃഗത്തെ കൊലപ്പെടുത്തിയ കേസിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് വീണ്ടും പോകേണ്ടി വരും. അന്ന് സൽമാനെ കൂടാതെ ആ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ സെയ്ഫ് അലി ഖാൻ ആയിരുന്നു. ഹം സാത്ത് ഹൈൻ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെയായിരുന്നു വിവാദ സംഭവം. രാജസ്ഥാനിലായിരുന്നു ചിത്രീകരണം. ഇവിടുത്തെ ബിഷ്ണോയ് സമുദായം ഈശ്വര തുല്യമായി കണക്കാക്കുന്ന ജീവിയാണ് കൃഷ്ണമൃഗം. ഇതിനെ വേട്ടയാടുന്നതും കൊലപ്പെടുത്തുന്നതും ക്രൂരകൃത്യമായും മഹാപാപവുമായാണ് ബിഷ്ണോയ് സമുദായം കണക്കാക്കുന്നത്. സംഭവത്തിൽ സെയ്ഫ് അലി ഖാൻ, സോണാലി ബാന്ദ്രെ, നീലം, തബു എന്നിവർക്കെതിരെ 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ സെഷൻ 51 പ്രകാരം കേസെടുത്തിരുന്നു. സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ ഇവർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. സ്വാഭാവികമായും ബിഷ്ണോയ് സംഘത്തിൻ്റെ റഡാറിൽ വരാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ അടിമുടി ദുരൂഹതയാണ്. അന്വേഷണം നടത്തുകയാണ്. സെയ്ഫ് അലി ഖാനെ ആക്രമിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പാണ് ആക്രമി വീട്ടിനുള്ളിൽ പ്രവേശിച്ചതെന്നാണ് പോലീസിൻ്റെ നിഗമനം. ഏതുവഴിയാണ് വീട്ടിനുള്ളിൽ കയറിയത്? പോലീസിനെ കുഴപ്പിക്കുന്നത് ഈ ചോദ്യങ്ങളാണ്. സംഭവത്തിന് തൊട്ടു മുമ്പുള്ള CCTV ദൃശ്യങ്ങളിൽ അക്രമി പതിഞ്ഞിട്ടില്ല. ഇയാളെ സുരക്ഷാ ജീവനക്കാർ കണ്ടിട്ടേയില്ല. വീട്ടിലേക്ക് ആരും കയറുന്നത് കണ്ടില്ല എന്നാണ് സുരക്ഷാ ജീവനക്കാർ പോലീസിന് നൽകിയ മൊഴി. അപ്പോൾ അക്രമി ഏതുവഴി എങ്ങനെ വീട്ടിനുള്ളിൽ കടന്നുകൂടി? സെയ്ഫ് അലി ഖാൻ്റെ ഫ്ലാറ്റിലേക്ക് രഹസ്യ വഴിയുണ്ടെന്നാണ് പോലീസിൻ്റെ നിഗമനം. ഈ വഴി എത്തുന്നത് നടൻ്റെ മുറിയിലേക്കാണെന്നും പോലീസ് കരുതുന്നു. ഈ വഴിയാവാം അക്രമി അകത്ത് കടന്നതെന്നാണ് പോലീസ് കരുതുന്നത്. താരത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടുന്ന കെട്ടിട സമുച്ചയത്തിൽ അറ്റകുറ്റപ്പണി നടത്തുന്നുണ്ട്. ഇവിടെ ജോലി ചെയ്യുന്നവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.